മാധ്യമപ്രവർത്തകൻ എം റിജുവിലേക്ക് പോവുകയാണ്. അങ്ങ് അവസാനിപ്പിച്ച ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഈ ആഗോള ഭീകരതയുടെ വേരുകൾ വളരെ കൃത്യമായി പശ്ചിമബംഗാളിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ചന്ദ്രനാഥിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഈ കൊലയാളികൾ അതിർത്തി കടന്നോ, അവർ അതിർത്തിക്കപ്പുറത്തു നിന്നും ഇങ്ങോട്ട് എത്തി ഈ 50 സെക്കൻഡ് കൊണ്ട് കൊല നടത്തി പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. നോക്കൂ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി മാത്രം ഇതിനെ കാണാൻ കഴിയുന്ന ഒന്നല്ല ഇത് എന്നതാണ് ഇതിൻ്റെ സാഹചര്യ തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വിദേശകരങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധമുള്ള ചിലരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഓസ്ട്രിയൻ മെയ്ഡ് ഗൺ, അതായത് ഗ്ലോക്ക് G43X എന്ന് പറയുന്ന പിസ്റ്റളാണ് ഈ ചന്ദ്രനാഥിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിൽ അനായാസം ലഭിക്കുന്ന ഒന്നല്ല. ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശി ആയുധ കള്ളക്കടത്തുകാർ വഴി മാത്രം ലഭ്യമാകേണ്ട ഒന്നാണ്. ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഈ ചന്ദ്രനാഥിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം അവിടുത്തെ ലോക്കൽ ഗുണ്ടാസൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അറിയാം. പരമാവധി ഇവിടുത്തെ പോലീസുകാരിൽ നിന്നൊക്കെ കട്ടെടുക്കുന്ന പിസ്റ്റളൊക്കെയാണ് അവർ സാധാരണഗതിയിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി വിദേശത്ത് നിന്ന് മാത്രം ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അത് തന്നെ ഈ വലിയ ഒരു ഗൂഢാലോചനയുടെ തെളിവായി ഇപ്പോൾ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. റിജു, അതെ, അത് ശരിക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഈ ബംഗാളിൽ ഇതുവരെ ഉണ്ടായ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടത് വടിവാളും കമ്പും ഒക്കെ ആയിരുന്നു. ഇപ്പം അത് മാറി തോക്കിലേക്ക് വരികയാണ്, വയലൻസിൽ. ആ തോക്ക് എവിടുന്ന് വരുന്നു എന്നുള്ളത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി മാത്രമല്ല, ഈ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് വലിയൊരു നെറ്റ്വർക്ക് എന്നും ഇന്ത്യക്കെതിരെ ഉണ്ട്, ഏത് കാലം തൊട്ടും ഉണ്ട്. ബംഗ്ലാദേശിൻ്റെ ചോരയിൽ മുങ്ങിയൊരു കഥയാണ് ബംഗ്ലാദേശിൻ്റെ. പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ശക്തമാകുമ്പോൾ അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ നെറ്റ്വർക്ക് അതിശക്തമാണ്. ബംഗ്ലാദേശിലെ പത്രങ്ങൾക്ക് അതിഭീകരമായിട്ടാണ് ഈ മമതയുടെ പതനം ആഘോഷിക്കുന്നത്, അവർ എടുത്തു കാട്ടുന്നത്. ഇനി എന്തു ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ അവിടെ വന്ന വാർത്ത പലരും ബംഗ്ലാദേശിലേക്ക് നാട് വിട്ടു, പല ഗുണ്ടകളും അവിടുന്ന് തടിയെടുത്തുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു വിദേശ ശക്തിയുടെ സംശയമുണ്ട്. ആ സംശയം അന്വേഷിക്കണം. ഈ ബംഗാളിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത, അതിൽ അന്വേഷണം പ്രോപ്പറായി നടക്കില്ല. ഒന്നാമത് മമത ഉള്ളിടത്തോളം കാലം സ്റ്റേറ്റ് പോലീസിനെ മമത ഗുണ്ടാവൽക്കരിച്ചു. ഒരു പൊതുയോഗത്തിൽ നിങ്ങൾക്ക് കാണാം, അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളി പോലീസിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. ബംഗാളി പോലീസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കറപ്റ്റായി മാറി. അവരുടെ മൊത്തം മമത അവരുടെ മൊറയിൽ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പുതിയ സർക്കാർ വരുമ്പോൾ ആദ്യം പോലീസിനെ രാഷ്ട്രീയ വിമുക്തമാക്കി അവിടുത്തെ ബംഗാളിൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. അവൻ പറഞ്ഞു വന്നത് ആഗോള ഭീകരവാദം ബംഗാളിലേക്ക് വരുന്നു എന്നുള്ള സംശയങ്ങളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കുറേ കാലം മുമ്പ് തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്ന് ബംഗാളിനെ അടർത്തിയെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ശക്തമാണ്. അതിന് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട്. ആ രീതിയിൽ വന്ന ഒരു ആക്രമണമാണോ ഇങ്ങനൊരു പൊസിഷൻ സ്ട്രൈക്ക്? ഇസ്രായേലിൻ്റെ മൊസാദൊക്കെ നടത്തുന്ന മാതിരി ഒരു മനുഷ്യനെ നിഷ്മിഷ നേരം കൊണ്ട് വെടിവെച്ച്, വിദേശ തോക്കുകൾ കൊണ്ട് വെടിവെച്ച് മുങ്ങിക്കളയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിനുള്ള പണം എവിടുന്ന് വന്നു, ആസൂത്രണം എടുത്തു വന്നു? ഇത് പറയുമ്പോൾ അന്ധമായി നമ്മൾ വിദേശ ബന്ധം ആരോപിക്കുകയല്ല, എല്ലാം ജിഹാദി ആക്രമണമാക്കി മാറ്റിയല്ല. ഇങ്ങനെയുള്ള സംശയങ്ങൾ കൃത്യമായി അന്വേഷിക്കപ്പെടാതെ പോയതാണ് ബംഗാളിൻ്റെ ശാപം. അപ്പോൾ ഈ തവണ ചെയ്യേണ്ട സർക്കാർ, എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, മമതയുടെ പേരിൽ തൃണമൂലുകാർ നടത്തിയ മുഴുവൻ അക്രമങ്ങളും നമ്പർ ഇട്ട് പുനരന്വേഷണം നടത്തണം. ആ പുനരന്വേഷണം നടത്തിയാൽ മമതാ ബാനർജിനെ അകത്താവും. ഞാൻ പറയുന്നത് 1000 വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങൾ ചെയ്ത ഒരാളാണ് മമതാ ബാനർജി എന്നാണ്. ഒന്നും രണ്ടും അല്ല, 1000 വർഷങ്ങൾ. ഈ ബംഗാളിലെ മുസ്ലിങ്ങളുടെ ജീവിതം മമതാ ബാനർജിയാണ് ദുരിതമയമാക്കിയത്. ഒരു വ്യവസായമില്ല, ഒരു വാണിജ്യമില്ല, എന്നും വെട്ടും കുത്തും അക്രമവും. അതുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള മുർഷിദാബാദിലും മാൾഡയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, അവിടുത്തെ ആളുകളാണ് മുർഷിദാബാദിലേക്ക് പോകുന്ന ട്രെയിനിലൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം. ഈ പാവപ്പെട്ട ബംഗാളികൾ ഇവിടെ വന്ന് പെയിന്റ് പണിയും പൊറാട്ടടിയെ ജീവിക്കേണ്ടി വരുന്നത് ഈ അവിടെ തൊഴിൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അക്രമമുള്ള സ്ഥലത്തേക്ക് തൊഴിൽ സാധ്യത ഉണ്ടാവില്ല, അവിടേക്ക് വികസനം വരില്ല. ഇനിയാണ് ബംഗാൾ മോചിക്കപ്പെട്ടത്. ഇന്നാണ് ശരിക്കും ബംഗാളിന്റെ വിമോചനം നടന്നത്. ഇനി കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കേണ്ടത്, ബംഗാൾ സർക്കാരും അവിടെ കൂട്ടായി വ്യവസായങ്ങൾ തുടങ്ങാൻ, വാണിജ്യവൽക്കരിക്കാൻ, കുറച്ചുകൂടി റോഡ് സൗകര്യങ്ങൾ കൂട്ടാൻ, വിദ്യാഭ്യാസം കൂട്ടാൻ, അങ്ങനെ ബംഗാളികളെ ഉയർത്തിക്കൊണ്ടുവരാം. ഇത് ഒന്നേന്ന് തുടങ്ങണം. 33 വർഷം CPM-ഉം 15 വർഷം തൃണമൂലും ഭരിച്ച് വട്ടപൂജ്യമാക്കി ചണ്ടിയാക്കി വെച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റിനെ. 7 മണിക്ക് ശേഷം കട തുറക്കാത്ത പ്രദേശങ്ങളുണ്ട്.
വെളിക്കിരിക്കാൻ പോകുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കഥകളുണ്ട്. കക്കൂസില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾ രാവിലെ വെളിക്കിരിക്കാൻ പോകുമ്പോൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ ഗുണ്ടകൾ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ച് വെച്ചിട്ടാണ് സന്ദേശ് ഗാലിയിലൊക്കെ സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്നത്. ആ സ്ത്രീകൾ പലരും ഒന്ന് ജയിച്ചു. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. RG കൗർ ആശുപത്രിയിലെ പീഡിപ്പിക്കപ്പെട്ട ഡോക്ടറുടെ അമ്മ ജയിച്ചു. ഒരു പാത്രം കഴുകി ജീവിക്കുന്ന ഒരു വീട്ടമ്മയെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് മത്സരിപ്പിച്ചു. അപ്പോഴാണ് ഇവരുടെ ഈ ക്രൂരതയ്ക്ക് ഒരു അറുതിയുമില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. റിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ RG-കാർ മെഡിക്കൽ കോളേജിലെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആ ഡോക്ടറുടെ അമ്മയുടെ വീടിന് സമീപം ഇന്ന് ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ തൃണമൂൽ ഗുണ്ടകൾ എത്രത്തോളം മനസാക്ഷിയില്ലാത്തവരാണ്, ഈ നാടിനോട് എന്നും ശത്രുത പുലർത്തുന്നവരാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. കൊടും ക്രൂരതയാണ് ആ കുടുംബത്തിന് നേർക്ക് വീണ്ടും വീണ്ടും ഈ പതനം കെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, മമതയെ നമ്മൾ ഹിറ്റ്ലറോടോ സ്റ്റാലിനോടോ ഒക്കെ ഉപമിക്കാൻ പറ്റുന്ന സമാനതകളില്ലാത്തൊരു നേതാവാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് മമതയ്ക്ക് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രാജ്യത്ത് ആ സംസ്ഥാനത്തിന്റെ പട്ടിണി മാറ്റിയോ? വെറുതെ 2000 രൂപയൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കും. അതല്ലാതെ ഒരു പോപ്പുലിസ്റ്റായ ആശയങ്ങളല്ലാതെ ഒരു ഇന്നവേറ്റീവായ ഒരു പരിപാടിയില്ല. നല്ല റോഡുകളില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, തൊഴിലില്ല. എന്നിട്ട് എന്നും വെട്ടും കുത്തും അക്രമവും. ഒരു വൃദ്ധയായ സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം വോട്ട് ചെയ്യാൻ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സമാധാനം മതി. ഇതുവരെ സമാധാനം ഇല്ലായിരുന്നു ബംഗാൾ, വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നൊരു പ്രത്യേക മോഡൽ അത്തറുണ്ടും പോലെ അത് ഈ തൃണമൂലുകാർ വാങ്ങിയിട്ട് വോട്ടിംഗ് മെഷീൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കും, ഓരോരോ ചിഹ്നത്തിൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെ കൈ മണത്ത് നോക്കി ആക്രമിച്ച സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. റെഡ് ടേപ്പ് ചുറ്റി സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് മറച്ചു വെക്കും, എതിർ സ്ഥാനാർത്ഥിയുടെ. ഇങ്ങനെ നായ്ക്കുറുക്കൻ, ഈ ഭ്രാന്തൻ നായ്ക്കളെയൊക്കെ മദ്യം കൊടുത്ത് വിടുക. എന്നിട്ട് രാവിലെ വോട്ട് ചെയ്യും തൃണമൂലുകാർ കൂട്ടത്തോടെ. ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു വരുത്തും അവിടെയൊക്കെ പോൾ വയലൻസ് ആണ് എന്ന്. ഭ്രാന്തക്കുറുക്കൻ ഇറങ്ങിയിട്ടുണ്ട്, ഭ്രാന്തനായി ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ഈ തൃണമൂലിന്റെ പരിപാടി. ശരിക്കും ലോകത്തിൽ സമാനതകളില്ലാത്ത ഗുണ്ടായുസമാണ് തൃണമൂൽ എന്ന പാർട്ടി നടത്തിയത്. ആ ഗുണ്ടായുസ് അവർ പഠിച്ചത് മുഴുവൻ CPM എന്നാട്ടോ. ആ ഗുണ്ടായുസ് അവരെ പഠിപ്പിച്ചത് CPM ആണ്. ഈ ടെക്നിക്ക് മുഴുവൻ CPM-ന്റെ ആണ്. നമ്മുടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPM എടുക്കുന്ന ടെക്നിക്കാണ് ഇത്. അപ്പോൾ അവസാനമായി പറയാനുള്ളത്, ഈ ഭീകരതയ്ക്കെതിരെ ശക്തമായി നിലനിൽക്കണം. ഇന്ത്യ മുന്നണിയിൽ നേതാക്കൾക്ക് ചങ്കൂറ്റമില്ല. മമത എന്ന സൈക്കോപ്പത്തിനെ അടിയന്തരമായി പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യണം. ഒന്നുകിൽ അവരെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് മമത നടത്തിയ സകല അക്രമങ്ങളും നമ്പർ 1 അക്കമിട്ട് അന്വേഷിക്കണം, പുനരന്വേഷണം നടത്തണം. അത് CBI തന്നെ വേണം. അത്രയും വലിയ അക്രമമാണ് 15 വർഷത്തിനുള്ളിൽ മമത ബംഗാളിൽ നടത്തിയത്. അതെ, മാത്രവുമല്ല മമതയുടെ നേതൃത്വത്തിൽ നടന്ന രാജ്യവിരുദ്ധത കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ബംഗാളിനെ ഈ നുഴഞ്ഞു കയറ്റക്കാരുടെ ഇടത്താവളമാക്കി, ഇടനാഴിയാക്കി മാറ്റിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് മുഴുവൻ സംഘർഷഭരിതമാക്കാനും വിദേശ ഈ ആഗോള ഇസ്ലാമിക ശക്തികൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കാനായിട്ട് അവരെയെല്ലാം കയറൂരി വിടുന്ന രീതിയിലേക്ക് മമത അത്തരം ചെയ്തികൾ ഉണ്ടായിട്ടുണ്ട്. അതടക്കം പരിശോധനാ വിധേയം ആകേണ്ട ഒരു അവസ്ഥയാണ്.